ഡോക്ടർ ജി ഗോപകുമാർ, നമ്മളിപ്പോൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പ്രിയങ്ക ഗാന്ധി രാഹുൽ ഗാന്ധിയെ റീപ്ലേസ് ചെയ്യുന്നു എന്ന വാർത്ത സ്ഥിരീകരിക്കപ്പെടുന്നത്. രണ്ട് തരത്തിൽ പ്രസക്തമാണ്. ഒന്ന്, അമേഠി റായ്ബറേലിയൊക്കെ പോലെ വയനാട് ഗാന്ധി കുടുംബത്തിന്റെ ഒരു ഫാമിലി സീറ്റായി മാറുന്നു എന്നുള്ളത് ഒന്നാമത്തേത്. രണ്ട്, പ്രിയങ്ക ഗാന്ധിയുടെ പാർലമെന്ററി ഡെബ്യൂ നടക്കുന്നു. പ്രിയങ്ക ഗാന്ധിയെ നമ്മൾ ഇന്റർവ്യൂകളിലും തെരഞ്ഞെടുപ്പ് യോഗങ്ങളിലും ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിലും അവരുടെ യഥാർത്ഥ പൊട്ടൻഷ്യൽ മനസ്സിലായിട്ടില്ല. ഒരു പാർലമെന്ററി പെർഫോമൻസിന് അവസരം കിട്ടുകയാണ്. അപ്പോൾ ഇന്ദിരാഗാന്ധിയുടെ പിൻഗാമി എന്നൊക്കെ ഒരു സമയത്ത് വാഴ്ത്തപ്പെട്ടെങ്കിലും രണ്ട് സ്റ്റെപ്പ് പിന്നിലേക്ക് പോവുകയായിരുന്നു പ്രിയങ്ക. ഒരു പാർലമെന്റ് അംഗം എന്നുള്ള നിലയിൽ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒരുമിച്ച് ലോക്സഭയിൽ ഉണ്ടാവുന്നത് ഏത് തരത്തിലായിരിക്കും ഒരു ഇമ്പാക്ട് ഉണ്ടാക്കുക? താങ്കൾക്ക് എന്ത് തോന്നുന്നു? കേരളത്തെ സംബന്ധിച്ചിടത്തോളം അത്ഭുതങ്ങളൊന്നും ഉണ്ടാവില്ല. കാരണം വയനാട് കോൺഗ്രസിൻ്റെ സുരക്ഷമായ മണ്ഡലമാണ്. അതിനൊക്കെ പുറമെ രാഹുൽ ഗാന്ധി പ്രതിനിധീകരിച്ച മണ്ഡലമാണ്. പ്രിയങ്ക ഗാന്ധിക്കും തീർച്ചയായിട്ടും അവിടെ വലിയ പിന്തുണ നേടാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. പിന്നെ മാത്രമല്ല, കഴിഞ്ഞ സമീപകാലത്ത് മാത്രമാണ് പ്രിയങ്ക രാഷ്ട്രീയത്തിൽ സജീവമായി രംഗത്ത് വന്നെങ്കിലും ചുരുങ്ങിയ സമയം കൊണ്ട് മാധ്യമ ശ്രദ്ധ ആകർഷിച്ചു. മാത്രമല്ല, പ്രസംഗങ്ങളും പ്രചരണ രംഗത്തുമെല്ലാം വളരെ സജീവമായി നിന്നതുകൊണ്ടും പിന്നെ തീർച്ചയായിട്ടും ആൾക്കാർ ഇന്ദിരാഗാന്ധി ഓർക്കുമ്പോൾ പ്രിയങ്ക ഗാന്ധി ഓർക്കുന്നു എന്ന് പറയുന്ന ഒരു ജനകീയ ഒരു സ്വഭാവമുണ്ടല്ലോ, ആ ജനകീയമായ അംഗീകാരമുണ്ടല്ലോ, അത് തീർച്ചയായിട്ടും പ്രിയങ്കയ്ക്ക് കിട്ടും. ഇപ്പോൾ കേരളത്തിൽ വീണ്ടും നെഹ്റു കുടുംബത്തിൽ നിന്ന് അല്ലെങ്കിൽ ഗാന്ധി കുടുംബത്തിൽ നിന്ന് ഒരാൾ കൂടി പാർലമെൻറ്റ് അംഗമാകാനുള്ള എല്ലാ സാധ്യതയും തെളിയുകയാണ്. മാത്രമല്ല, അവർക്ക് രാഷ്ട്രീയത്തിൽ നന്നായി പ്രവർത്തിക്കാൻ കഴിയുമെന്നുള്ളത് ചുരുങ്ങിയ സമയം കൊണ്ട് തെളിയിച്ചു. പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയായി മാറി, വർക്കിംഗ് കമ്മിറ്റി മെമ്പറാണ്. അതോടൊപ്പം തന്നെ ഇപ്പോൾ തീർച്ചയായിട്ടും ലോക്സഭയിൽ നിന്ന് വയനാടിൽ നിന്ന് അടുത്ത ഒരു 3-4 മാസത്തിനകം തിരഞ്ഞെടുക്കപ്പെടാനുള്ള എല്ലാ സാധ്യതയും കാണുന്നു. അപ്പോൾ ആ നിലയ്ക്ക് കേരളത്തിലെ ഈ തിരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമില്ല. അത് കോൺഗ്രസിൻ്റെ സുരക്ഷമായ മണ്ഡലമാണ്. ലീഗിൻ്റെ വലിയ പിന്തുണ അവിടെ ഉണ്ടാകും. പക്ഷേ അതിൻ്റെ എല്ലാത്തിൻ്റെയും പ്രത്യേകത വയനാട് ദേശീയ ശ്രദ്ധ ആകർഷിക്കപ്പെടുന്നു എന്നുള്ളതാണ്. മുമ്പും ദേശീയ ശ്രദ്ധ ആകർഷിക്കപ്പെട്ടു. അമേഠിയിൽ കഴിഞ്ഞ തവണ നിൽക്കാതെ ഇവിടെ പ്രിഫർ ചെയ്തു, ഇത്തവണ അങ്ങനെ പ്രിഫർ ചെയ്തു. പക്ഷേ അതേസമയം റായ്ബറേലിയിലേക്ക് പിന്നീട് ഇലക്ഷൻ നിന്ന് വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കുകയും ചെയ്തു. അപ്പോൾ ആ നിലയ്ക്ക് രണ്ട് മണ്ഡലം കൊണ്ടുപോകാൻ രാഹുൽ ഗാന്ധിക്ക് ഒരിക്കലും കഴിയില്ല, ആർക്കും കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഒഴിഞ്ഞു. അത് കേരളത്തിലെ ഒരു രാഷ്ട്രീയ ഒരു പ്രതിനിധിക്ക് കൊടുക്കുന്നതിന് പകരം നെഹ്റു കുടുംബത്തിലെ അല്ലെങ്കിൽ ഗാന്ധി കുടുംബത്തിലെ ഒരാൾക്ക് കൊടുത്തു എന്നുള്ളതിൻ്റെ സാഹചര്യത്തിൽ വയനാടിനൊരു ദേശീയ ശ്രദ്ധ വരുന്നുണ്ട്. അത് നല്ലത് തന്നെ. പക്ഷേ തീർച്ചയായിട്ടും ആ മണ്ഡലം വേണ്ട രീതിയിൽ അതിനെ നഴ്സ് ചെയ്യുകയും വയനാടിന് വേണ്ട കാര്യങ്ങൾ നോക്കുകയും ചെയ്താൽ അത് ഏറ്റവും നന്നായിരിക്കും. കാരണം വയനാടുള്ള പ്രശ്നങ്ങൾ നമുക്ക് നന്നായിട്ടറിയാം. പരിസ്ഥിതി പ്രശ്നം മുതൽ കർഷകരുടെ പ്രശ്നം മുതൽ